ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF ഇവരല്ലേ അധികാരത്തിൽ വരികയുള്ളൂ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അല്ല, കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് അങ്ങനെയാണ്. അതിനൊക്കെ മാറ്റങ്ങൾ ഓരോ ദിവസവും വരികയാണല്ലോ. ഇന്നിപ്പോ ഇങ്ങനെ ഒരു അലയൻസ് കേരളം പ്രതീക്ഷിച്ചിരുന്നല്ലോ, ഒരാൾ പോലും അറിഞ്ഞില്ലല്ലോ. വളരെ അപ്രതീക്ഷിതമായിട്ടല്ലേ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം. ഞങ്ങൾ നേരത്തെ വാർത്ത കൊടുത്തിരുന്നു അന്ന്, പക്ഷെ താങ്കൾ നിഷേധിച്ചിരുന്നു അത് ന്യൂസ് 18 എന്നെ ഇന്റർവ്യൂ ചെയ്യാണ്. എന്തുകൊണ്ട് അല്ലെങ്കിൽ BJPയെ താങ്കൾ കുറ്റം പറയുന്നില്ല? അത് കഴിഞ്ഞിട്ട് ന്യൂസ് 18 തന്നെ പറഞ്ഞു ഞാൻ ഇവരുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മൾ പറയുമ്പോൾ, ഞാൻ ആ കാര്യത്തിനെ പറ്റി ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഇന്ന ആളുമായിട്ട് ചർച്ച ചെയ്തു, ഇന്ന പാർട്ടി പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ചർച്ച നടത്തിയാൽ അത് അന്തസ്സോടെ, കാരണം ഞാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് ചർച്ച നടത്തുന്നതിന് ആരുടെയും പെർമിഷനും ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചർച്ച നടത്തിയെന്ന് പറയും. അതില്ലാത്തൊരു കാര്യം ശുഭമായി പരിവസിച്ചു. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞല്ലോ, ഈ LDFും UDFും ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് എന്നെ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നിൽക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. ഒരു പക്ഷേ ഇന്ന് NDAയുമായിട്ടുള്ള ഒരു സഖ്യമുണ്ടായത് തന്നെ ഈ പറയുന്ന ഇവരുടെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഈ ഒരു എന്നെ ആക്രമിച്ചില്ലാതെയാക്കാനായിട്ടുള്ള ശ്രമമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോൾ കോൺഗ്രസ് ആണ്, CPM ആണ്, ആരാണെങ്കിലും താങ്കൾ അവരെ സമീപിക്കുകയോ അല്ലെങ്കിൽ താങ്കൾ ഒരു സന്ദേശം കൊടുത്താൽ തന്നെ അവർ ഓടി വരുമായിരുന്നു. 2021 അങ്ങനെ സംഭവിച്ചു എന്നല്ലേ പറയുന്നത്. എന്നാൽ പിന്നെ താങ്കൾക്ക് അങ്ങനെ ഒരു വഴി എന്തുകൊണ്ട് തേടാൻ തോന്നിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആശയപരമായിട്ട് യോജിക്കട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയോടും കൂടുക എന്നുള്ളൊരു നിലപാടല്ല ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇന്നും ഞാൻ പറയുന്നു, ഞങ്ങൾ BJPയുമായിട്ടൊരു സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന, ഇന്ന് കേരളത്തിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു സഖ്യമായിട്ടാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പിന്തുണ അങ്ങനെ അത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? കാരണം ഇപ്പോൾ സഭയുടെ പിന്തുണ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ. ഇപ്പോൾ സഭകൾ പറയുന്നത് വിശ്വാസികൾ കേൾക്കണമെന്നില്ല, പക്ഷെ എങ്കിലും ഈ സഭയുടെ ഒരു നിലപാട്, താങ്കളും സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെ നമുക്ക് രാഷ്ട്രീയവും ഇങ്ങനെയുള്ള മതവുമായിട്ട് കൂട്ടിയിണക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ രീതിയിൽ പോകണം, മതം മതത്തിന്റെ രീതിയിൽ പോകട്ടെ. ഞാനിപ്പോൾ ഇത് ഇന്ന വിഭാഗത്തിന്റെ വോട്ട് പിടിക്കാനോ ഇന്ന വിഭാഗത്തെ ഇല്ലാതെയാക്കാനോ ഇന്ന വിഭാഗത്തെ ദ്രോഹിക്കാനോ രക്ഷിക്കാനോ ഒന്നുമല്ല. എന്റെ ഉദ്ദേശം കേരളത്തെ രക്ഷിക്കുക, കേരളത്തിയിട്ട് വികസനം കൊണ്ടുവരിക, കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 സ്റ്റേറ്റ് ആയിട്ട് കൊണ്ടുവരിക. അത് മാത്രമേ എന്റെ ലക്ഷ്യമുള്ളൂ. അല്ലാതെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചിന്തിക്കും, ആ രീതിയിലേക്ക് അവരുടെ ചിന്ത പോകും. അതാണല്ലോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത്. എന്താ? വർഗീയതയാണത്. ഞങ്ങൾ ഒരിക്കലും വർഗീയത സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അതിനെതിരാണത്. ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഒരക്ഷരം ഒരു വിഭാഗത്തിനും എതിരെയും സംസാരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് സീറ്റുകളിൽ വിജയ സാധ്യതയുണ്ട് ഇപ്പോൾ? അല്ല, അങ്ങനെ ഈ ഒരു സീറ്റിനെ പറ്റിയോ, സാധാരണ എല്ലാവരും ഇങ്ങനെയുള്ള ഈ ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? എത്ര സീറ്റുകൾ ഞങ്ങൾക്ക് തരും, അല്ലെങ്കിൽ എന്ത് സ്ഥാനങ്ങൾ ഞങ്ങൾക്ക് തരും? അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. അൺകണ്ടീഷണലായിട്ട് ഒരു സീറ്റ് ഞങ്ങൾ ചോദിച്ചില്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. പക്ഷേ NDAയിൽ അങ്ങനെ ഒരു തർക്കമുണ്ടാവില്ല. വിജയസാധ്യത നോക്കി, അതായത് മറ്റ് LDFും UDFും മാതിരി ഈ സീറ്റ് വീതം വെച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനം NDAയിൽ ഉണ്ടാവില്ല. ഏത് സീറ്റുകളിൽ ആര് നിന്നാലാണ് വിജയിക്കുക എന്ന് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യും. എന്തായാലും കുന്നത്തുനാട് നിങ്ങൾക്ക് വിജയസാധ്യതയുള്ള ഒരു സീറ്റാണല്ലോ. അല്ല, ഏത് വിജയസാധ്യത ഉണ്ടെങ്കിലും അവിടെ ആരെ നിർത്തണം, എന്ത് നിർത്തണം എന്നുള്ളത് NDA ഒന്നിച്ചിരുന്ന്, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമായിട്ട് ഇനി മാറ്റാൻ സാധിക്കും. ഈ താങ്കളുടെ വ്യക്തിപരമായ ഒരു കാര്യം പറ്റില്ല, പക്ഷെ അവിടുത്തെ നിലവിലെ MLA ആയ ശ്രീനിജിനുമായിട്ട് വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ താങ്കൾക്കുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു, രാഷ്ട്രീയപരമായിട്ട് അടുപ്പമുണ്ട്, അകലമുണ്ട്, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അതൊന്നും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്, ഈ അലയൻസും രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതില് ഞങ്ങളുടെ ലക്ഷ്യം, ഞാൻ വീണ്ടും പറയാണ്,
കേരളത്തെ രക്ഷിച്ചെടുക്കുക. പക്ഷെ താങ്കളുടെ ഈ പാർട്ടിയുടെ ലക്ഷ്യത്തിൽ നിന്ന് വേർവിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലയൻസ് എന്ന് ഉള്ള ആരോപണം വരും? ഒരിക്കലുമല്ല. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാട് അതേ രീതിയിൽ ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കിയിരിക്കുന്ന പാർട്ടിയാണ് BJP, NDA. അതുകൊണ്ട് അതുമായിട്ട് ഞങ്ങളുടെ ആശയവുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു മുന്നണി ആയതുകൊണ്ടാണ് ഞങ്ങളിതിൽ കൂടിയത്. അതിനപ്പോ തിരിച്ച് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. ശരി, നന്ദി ഇത്രയും സമയം ചെലവഴിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.